എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 52 ശ്ലോകം 22, 23, 24, 25, 26, 27, 28, 29, 30 9 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക്. അങ്ങനെ 5 സഹോദരങ്ങള്, 4 സഹോദരന്മാർക്ക് ഒരു സഹോദരി രുക്മിണി. അല്ല, ആരൊക്കെയാണ് എന്ന് പറയണു? അവരുടെ 4 പേരുടെ പേര് പറയണു, സഹോദരന്മാരുടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്തര രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാസതി. 5 പുത്രന്മാരിൽ ജ്യേഷ്ഠൻ രുക്മി, പിന്നെ രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി. അവരുടെ ഇളയ അനുജത്തിയായിട്ട് കല്യാണ ഗുണശാലിനിയായ രുക്മിണി ഇവരുടെ ഏക സഹോദരിയായി എന്നാ പ്രത്യേകം പറയുന്നു. അപ്പൊ ജ്യേഷ്ഠൻ പുത്രന്മാർക്കൊന്നും വിശേഷം കൊടുത്തിട്ടില്ല, പുത്രിയെ മാത്രം ഗുണവതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ, അവര് പുത്രന്മാരൊന്നും ഗുണശീലന്മാരല്ല, ഗുണമുള്ളവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. നല്ല മാച്ചായിട്ടുള്ള പേരൊക്കെ ഇട്ടിരിക്കണത് അല്ലെ. സോപശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യ ഗുണശ്രിയ ഗൃഹാഗതീർഗീയമാന തം മേനേ സദൃശം പതിം. അങ്ങനെ രാജകൊട്ടാരത്തിലെ അച്ഛനെ കാണാനായിട്ട് വരുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാര് ശ്രീകൃഷ്ണന്റെ സൗന്ദര്യം, പരാക്രമം, ഔദാര്യം, ഐശ്വര്യം, അങ്ങനെയുള്ള ആ ഗുണങ്ങളുടെ അഭിവൃദ്ധിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ആ കവിതയൊക്കെ ഉണ്ടാക്കി പാടുന്നതൊക്കെ ഇങ്ങനെ കേട്ട് വളർന്ന ആ രുക്മിണിക്ക് യൗവനം വന്നപ്പോ ശ്രീകൃഷ്ണൻ തന്നെ ആയിരിക്കണം എനിക്ക് വരനായിട്ട് വരുന്നത്, എനിക്ക് സദൃശനായ ഭർത്താവാകും ശ്രീകൃഷ്ണൻ എന്ന് അവൻ മനസ്സുകൊണ്ട് ഭഗവാനെ തന്നെ സങ്കല്പിച്ചുകൊണ്ട് ആണ് പിന്നെ രുക്മിണി കാലം കഴിച്ചത്. താം ബുദ്ധിലക്ഷണ ഔദാര്യരൂപശീല ഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്ദോഢും മനോദധേ. സാധാരണ മനുഷ്യ സ്ത്രീകളെയൊക്കെ അതിശയിക്കുന്നതായിട്ടുള്ള ബുദ്ധി, പിന്നെയോ വലത്ത് കൈയിലും ഉള്ളതുപോലെ തന്നെ ഇടത്ത് കൈയിലും കാലിലും ധ്വജാദികളായ ചിഹ്നങ്ങള്, സർവ്വജനങ്ങളെയും ആനന്ദിപ്പിക്കുന്ന ഔദാര്യം, സർവ അതിശയായിട്ടുള്ള അതിസുന്ദരിയാണ് രുക്മിണി. അതുപോലെ തന്നെ സ്വഭാവം, സൗകുമാര്യം, സൗരഭ്യം, ലജ്ജ മുതലായിട്ടുള്ള ഗുണങ്ങള്, സർവജന ഹൃദയാഹ്ലാദകമായ സൗശീല, ആ സ്വഭാവം അതുപോലെ സൗന്ദര്യം പോലെ തന്നെ സ്വഭാവം, അങ്ങനെയുള്ള ശുഭഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന രുക്മിണി തനിക്ക് സദൃശയായ ഭാര്യയാവും എന്നുള്ളത് ഭഗവാനും മനസ്സിലായി. അതുകൊണ്ട് ഭഗവാനും അവളെ രുക്മിണിയെ തന്നെ വിവാഹം കഴിക്കണമെന്നൊരു മോഹം ശ്രീകൃഷ്ണനും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണത്യേട് രുക്മീ ചൈത്യമമന്യത. ബന്ധുക്കൾക്ക് എല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും ഒക്കെ രുക്മിണിയെ ശ്രീകൃഷ്ണന് കൊടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ മൂത്ത പുത്രനായ രുക്മി ശ്രീകൃഷ്ണന് കുറച്ച് ദേഷബുദ്ധിയുള്ള ആളാ. അയാൾക്ക് ഭഗവാനെ ദേഷിക്കുന്നവരായിട്ടാണ് അയാൾക്ക് സൗഹൃദം രുക്മിക്ക്. അപ്പൊ ബന്ധുക്കളെന്നും അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബന്ധുക്കളെയൊന്നും ആദരിക്കാതെ തന്റെ സഹോദരിയെ ശിശുപാലൻ ഇയാളെ പോലെ തന്നെ ഭഗവാനെ നിന്ദിക്കുന്ന ആളാ രുക്മിയെ പോലെ. ആ ശിശുപാലന് എന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, കൊടുക്കണം രുക്മിണി എന്നാണ് തീരുമാനിച്ചു. തദവേത്യാസിതാപാംഗി വൈദർഭീ ദുർമനാഭൃശം വിചിന്യാപദം ദ്വിജം കഞ്ചിൽ കൃഷ്ണായ പ്രാഹിണോദ്രുതം. ശ്രീകൃഷ്ണൻ തന്നെ തന്റെ ഭർത്താവായിട്ട് വരണം എന്ന് നിശ്ചയിച്ചിരിക്കണ അതിസുന്ദരിയായ രുക്മിണി സഹോദരൻ തന്നെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉറച്ചിരിക്കണു എന്ന വിവരം അറിഞ്ഞു. വളരെ ദുഃഖമായി രുക്മിണിക്ക്. അപ്പൊ അമ്മയോട് പറഞ്ഞു,
അമ്മ ഒന്ന് പറയൂ ഏട്ടനോട്, എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് വിവാഹം കഴിക്കാൻ ഇഷ്ടം എന്ന് അമ്മ പറഞ്ഞു മകനോട്. പക്ഷേ സമ്മതിച്ചില്ല രുക്മി. അതുകൊണ്ട് നിർത്തില്ല എന്ന് അറിഞ്ഞപ്പോ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ അറിയിക്കണം എന്റെ ഇംഗിതം എന്ന് മനസ്സിലായി രുക്മിണിക്ക്. അത് മനസ്സിലാക്കിയ രുക്മിണി ഈ അവസരത്തില് ലജ്ജ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ദോഷമില്ല. ഇപ്പൊ ലജ്ജിച്ചിരുന്നാൽ കാര്യം നടക്കില്ല എന്ന് രുക്മിണിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു യോഗ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ ശ്രീകൃഷ്ണ സമീപത്തിലേക്ക് ഒരു സന്ദേശത്തോടു കൂടി അയക്കുകയാണ്. ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ അവിടെ വന്നു ഒരു പ്രേമ സന്ദേശം, ഒരു എഴുത്ത് എഴുതിയിട്ട് ആ ബ്രാഹ്മണന്റെ കയ്യില് ഭഗവാന്റെ കയ്യിൽ കൊടുക്കൂ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ബ്രാഹ്മണൻ ദ്വാരകയിലെത്തുന്നു. ദ്വാരകാം സമഭ്യേത്യ പ്രതീകാരേ പ്രവേശിത അവശ്യതാദ്യം പുരുഷം ആസീനം കാഞ്ചനാസനെ. ആ ബ്രാഹ്മണൻ വേഗം തന്നെ രുക്മിണിയുടെ ഹിതം അറിഞ്ഞ് ഉടനെ പുറപ്പെട്ട് ദ്വാരകയിലെത്തി. ആ ശ്രീകൃഷ്ണന്റെ രാജധാനിയില് അവിടെ പ്രവേശിക്കണമെങ്കിൽ അനേകം ഗോപുരവാതിലൊക്കെ കടക്കണം. അപ്പൊ അവിടെയൊക്കെ ധാരാളം ദ്വാരപാലകന്മാർ നിൽക്കുന്നുണ്ട്. അവര് എന്തോ അവർക്ക് തോന്നിയില്ല. അവര് ബ്രാഹ്മണനെ കണ്ട ഉടനെ തടസ്സമൊന്നും പറയാതെ ഒരു ഗോപുരത്തിൽ നിന്ന് മറ്റേ ഗോപുരത്തിലേക്ക് അങ്ങനെ പറഞ്ഞയച്ചു. വഴി കാട്ടിക്കൊടുത്തും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ ഭഗവാൻ ഇരിക്കുന്നതിന്റെ സമീപത്ത് പ്രവേശിപ്പിച്ചു. നീലമേഘശ്യാമളനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ മിന്നൽ പിണര് പോലെ പ്രകാശിക്കുന്ന സ്വർണാസനത്തില് അങ്ങനെ എഴുന്നള്ളിയിരിക്കണത് ഇങ്ങനെ കൺകുളിർക്കെ കണ്ടു. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്തമവരുഹ്യ നിജാസനാൽ ഉപവേശ്യാർഹയാചക്രേ യഥാത്മാനം ദിവൗകസ. ബ്രാഹ്മണരിൽ അത്യന്തം ഭക്തിയാണ് ഭഗവാന്. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ അരികില് ബ്രാഹ്മണനെ കണ്ട ഉടനെ താൻ ഇരിക്കുന്ന സ്വർണാസനത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. വരൂ വരൂ. ആ സിംഹാസനത്തിൽ തന്നെ ബ്രാഹ്മണനെ അങ്ങോട്ട് ഇരുത്തി ഭഗവാൻ എഴുന്നേറ്റിട്ട്. ഇത്രയും ബ്രാഹ്മണ ഭക്തിയാണ് ഭഗവാന്. ദേവന്മാര് തന്നെ ഏതുവിധം പൂജിക്കുന്നുണ്ടോ അതുപോലെ ഭഗവാൻ ആ ബ്രാഹ്മണനെ പൂജിച്ചു. തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സതാംഗതി പാണിനാഭിമൃശൻ പാദൗ അവ്യഗ്രസ്തം അപൃച്ഛത. ബ്രാഹ്മണരോടുള്ള ഭഗവാന്റെ ഭക്തി പ്രത്യേകം പറയണം. കുറച്ചു നേരം ക്ഷീണമൊക്കെ മാറിയോ, എന്താ കഴിക്കാൻ വേണ്ടേ, എന്താ കുടിക്കാൻ വേണ്ടേന്ന് പറഞ്ഞ് നല്ല പാനീയങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് നല്ലോണം ഭക്ഷണം കഴിപ്പിച്ചു. പിന്നെതാ നല്ലൊരു പട്ടുമെത്തയിൽ അങ്ങോട്ട് കിടത്തി വിശ്രമിച്ചോളൂ എന്നിട്ട് അടുത്തങ്ങോട്ട് ചെന്നിരുന്നു. ആ സജ്ജനങ്ങളുടെ മഹിമയെ വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ കൈകൊണ്ട് ആ ബ്രാഹ്മണന്റെ കാലുകൾ ഇങ്ങനെ മന്ദം തലോടി കൊടുക്കാൻ തുടങ്ങി. എന്തൊരു അത്ഭുതല്ലേ ഭഗവാന്റെ. കാല് വേദനയുണ്ടോ, ക്ഷീണമൊക്കെ മാറിയോ? അങ്ങനെ കാല് തലോടി കൊടുത്തുകൊണ്ട് ചോദിക്കാണ്. കച്ചിദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്ഥേ വൃദ്ധസമ്മത വർത്തതേ നാധികൃച്ഛ്രേണ സന്തുഷ്ട മനസ്സ സദാ. ഹേ ദ്വിജശ്രേഷ്ഠന്മാരിൽ വെച്ചും അതിശ്രേഷ്ഠനായ ബ്രാഹ്മണോത്തമ, എല്ലാ ബ്രാഹ്മണരിലും വെച്ചും ശ്രേഷ്ഠനായ എന്നാണ് സംബോധന ചെയ്യണത്. ഹേ ദ്വിജശ്രേഷ്ഠന്മാരിൽ വെച്ചും അതിശ്രേഷ്ഠനായ ബ്രാഹ്മണോത്തമ, അങ്ങയുടെ മനസ്സ് അനായാസേന കിട്ടുന്ന ധനത്താൽ സന്തോഷിച്ചു തന്നെ ഇരിക്കണില്ലേ? യാഗാദി കർമ്മങ്ങള് സജ്ജന സമ്മതമായിട്ട് നടന്നുകൊണ്ടിരിക്കണില്ലേ? ഭഗവാൻ ചോദിച്ചതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ധനത്തിനായിട്ട് അധികം കഷ്ടപ്പെടുന്നതും കിട്ടിയതിൽ സന്തോഷമില്ലാതെ ഇരിക്കുന്നതും ആ യാഗാദി ധർമ്മ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുകയോ അശ്രദ്ധയോടെ നടത്തുകയോ ചെയ്യണതും ബ്രാഹ്മണന് ഉചിതമല്ല എന്നതാ സൂചിപ്പിച്ചിരിക്കുകയാണ്. അത് ചോദിക്കണതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് സന്തുഷ്ടനല്ലേ അങ്ങ്? യാഗാദി കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യണില്ലേ, അതൊന്നും ഉപേക്ഷിക്കണില്ലല്ലോ. ബ്രാഹ്മണരത് അതൊക്കെ വേണ്ട പോലെ ധർമ്മം അനുസരിച്ച് തന്നെ ചെയ്യണം എന്നല്ലേ അതിന്റെ അർത്ഥം അല്ലെ? ബ്രാഹ്മണര് സ്വധർമ്മം വിട്ടിരിക്കുന്നവരായാൽ ബ്രാഹ്മണ്യം അവരിൽ ഇല്ലാതെയാകും. അതുകൊണ്ട് അപ്പൊ അവരില് ജനങ്ങൾക്ക് ഭക്തിയൊന്നും ഉണ്ടാവാനും വഴിയില്ല അല്ലെ? അതാണ് ഇപ്പൊ നമ്മൾ കാണല്ലേ അങ്ങനെയൊക്കെ കലികാലം വന്നപ്പോ ഇത്ര ഭക്തിയാണ് ഭഗവാന് ബ്രാഹ്മണരില്. ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ബ്രാഹ്മണരെയുള്ള ബഹുമാനം അങ്ങനെയാണ് വേണ്ടത്. ബ്രാഹ്മണര് അതുപോലെയുള്ളവരെ എല്ലാവരും ബഹുമാനിക്കും എന്നതാ ഭഗവാൻ
എല്ലാവരോടും, നമ്മളോട് എല്ലാവരോടുമായിട്ട് മനസ്സിലാക്കി തരികയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.